ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ടും 5 ടൈപ്സ് ആണുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. അത് രണ്ടും മിത്താണ്, റിയൽ അല്ല. നമുക്ക് ജസ്റ്റ് തിയറി മാത്രം പഠിക്കാനുള്ള ഒരു സംഭവമാണ്. ഒന്നാമത്തേല് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിലെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, പക്ഷെ ഡിമാൻഡ് വാരി ചെയ്യും. അതിൽ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റ് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൽ എന്താണ്? ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, പ്രൈസ് വാരി ചെയ്യും. അത് ഇലാസ്റ്റിസിറ്റി 0 ആണ്. അത് രണ്ടും നമുക്ക് പ്രാക്ടിക്കലി വ്യൂ ആവാത്തൊരു കേസുകളാണ്. ദെൻ തേർഡ് വൺ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. പ്രൈസിൽ എന്ത് ചേഞ്ച് വന്നോ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിലും വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. ദെൻ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിൽ വന്ന ചേഞ്ചിനേക്കാൾ കൂടുതൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അതിന് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് പ്രൈസിൽ ചേഞ്ച് വന്നതിന്റെ പ്രൊപ്പോർഷന്റെ കുറവ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നതെന്ന് വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയാണ് നമുക്ക് മെഷർമെന്റ് നടത്താൻ പറ്റാന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് 4 മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഈസ് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡിന്റെ പേരാണ് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. Under this method, the elasticity of demand is measured by the ratio between the proportionate or percentage change in quantity demanded and proportionate or percentage change in price. ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ജസ്റ്റ് elasticity of demand മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചു തന്നെയാണ്. ആ ഇക്വേഷൻ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. അതിൽ നമ്മൾ ഈ രണ്ടെണ്ണം തമ്മിലുള്ള റേഷ്യോ നോക്കിയിട്ടാണ് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് മെഷർഡ് ബൈ ദ റേഷ്യോ ബിറ്റ്വീൻ ദി പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്ന ചേഞ്ചും അതുപോലെ പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിൽ വന്ന ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണെങ്കിൽ അത് ഏത് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. മോർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറിനനുസരിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 1 ആണെങ്കിൽ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ദെൻ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്കിൽ എന്താ പഠിച്ചത്? ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ മോർ ദാൻ 1 ആണെങ്കിൽ 1 പോയിന്റ് സംതിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ടൈപ്പ് ഏത് ടൈപ്പ് ആയിരിക്കും? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ ലെസ് ദാൻ 1 ആണ്. ഇപ്പോൾ 0 പോയിന്റ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടണമെന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ആ ഏത് ടൈപ്പ് ആയിരിക്കും? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അങ്ങനെയാണ് ഈ മെത്തേഡിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി മെഷർമെന്റ് നടത്തുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോർമുല മെത്തേഡ്. ഈ മെത്തേഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഫോർമുല മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻ ആണ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. നമ്മൾ ഡെഫിനിഷൻ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതിലെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാ കാണുക? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതുപോലെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എങ്ങനെയാ കാണുക? ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. അപ്പൊ ഇങ്ങനെ ഈ ആദ്യമേ അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? ഈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും അതുപോലെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു.
സാധാരണ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചോദിക്കാറില്ല. പക്ഷെ ഒരു തവണ ഈ ഒരു ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. സപ്പോസ് മാംഗോസ് ആർ സെല്ലിംഗ് അറ്റ് ₹1 each ആൻഡ് കൺസ്യൂമർ ഡിമാൻഡ് 10. അതായത് മാങ്ങയുടെ വില എത്ര രൂപയാണ്? 1 രൂപയായിരുന്നപ്പോ കൺസ്യൂമേഴ്സ് 10 എണ്ണമാണ് ഡിമാൻഡ് ചെയ്തത്. ഇഫ് ദ പ്രൈസ് ഫോൾസ് ടു ₹0.80 ഡിമാൻഡ് വിൽ ബി 15. ഫൈൻഡ് ഔട്ട് ദി ഇലാസ്റ്റിസിറ്റി. അങ്ങനെ ആ മാംഗോയുടെ പ്രൈസ് 1 രൂപയിൽ നിന്ന് 80 പൈസയായിട്ട് കുറഞ്ഞപ്പോ അപ്പൊ എന്തുണ്ടായി? പ്രൈസ് കുറഞ്ഞാൽ എന്തുണ്ടാവണം? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുതലായിരിക്കണം. അപ്പൊ 1 രൂപയായിരുന്നപ്പോ 10 മാങ്ങ മേടിച്ച ആൾ ഇപ്പൊ എത്ര മാങ്ങ മേടിക്കുന്നുണ്ട്? 15 മാങ്ങ മേടിക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ദി ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി നമ്മളോട് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ആദ്യം നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ ഡിമാൻഡ്. എത്രയാണ് ഡിമാൻഡിൽ ചേഞ്ച് വന്നേക്കുന്നത്? 10 എന്നുള്ളത് എത്രയായിട്ട് കൂടി? 15 ആയിട്ട് കൂടി. നമ്മൾ സൈൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് എത്രയാണ് ഡിഫറൻസ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. 10ൽ നിന്ന് 15 ആയിട്ട് കൂടി. എത്ര ചേഞ്ച് വന്നേക്കുന്നത്? 5 ആണ്. 5 ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി. ഒറിജിനൽ ക്വാണ്ടിറ്റി ആദ്യത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയായിരുന്നു? 10 ആയിരുന്നു. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 10. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0.5 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് കിട്ടുക. അടുത്ത എന്ത് കണ്ടുപിടിക്കണം? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് കണ്ടുപിടിക്കുക. അതിലെന്താ ഇക്വേഷൻ? ചേഞ്ച് ഇൻ പ്രൈസ്. എത്രയാണ് പ്രൈസ് ചേഞ്ച് വന്നത്? ആദ്യം എത്ര രൂപയായിരുന്നു? 1 രൂപയായിരുന്നു. പിന്നെ അത് 80 പൈസയായിട്ട് കുറഞ്ഞു. അപ്പൊ എത്ര വ്യത്യാസം വന്നേക്കുന്നത്? 20 പൈസയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. സോ ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുമ്പോൾ 0.2. 20 പൈസ എന്ന് പറഞ്ഞാൽ 0.2 ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. തുടക്കത്തിലെ പ്രൈസ് എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പൊ 0.2 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 0.2. അപ്പൊ ആദ്യം നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും കണ്ടുപിടിച്ചു, പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസും കണ്ടുപിടിച്ചു. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AD ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.2. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 2.5 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിളിൽ നമുക്ക് വന്ന ഇലാസ്റ്റിസിറ്റി എത്രയാണ്? 2.5 ആണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും? അങ്ങനെ നമ്മൾ എഴുതണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുള്ളൂ. 2.5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ 1 ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റിന് എന്ത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉള്ളത്? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. ആ ഡിമാൻഡാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിന് ഉള്ളത്. കാരണം ഇത് മോർ ദാൻ 1 ആയതുകൊണ്ട് ഈ പ്രൊഡക്റ്റിന് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഒന്നാമത്തെ മെത്തേഡ് പ്രകാരം പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. മെത്തേഡിന്റെ പേരെന്തായിരുന്നു? പ്രൊപ്പോർഷണൽ ഓർ പെർസെന്റേജ് മെത്തേഡ് ഓർ ഫോർമുല മെത്തേഡ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. സെക്കൻഡ് മെത്തേഡിന്റെ പേരാണ് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ്. Under this method, the elasticity is measured by estimating the changes in total expenditure as a result of change in price and quantity demanded. Under this method, the elasticity is measured by estimating the changes in the total expenditure. നമ്മൾ total expenditureലെ വരുന്ന changes as a result of എന്ത് കാരണം കൊണ്ട്? changes in price and quantity demanded. നമ്മുടെ പ്രൈസിലും ക്വാണ്ടിറ്റി ഡിമാൻഡിലും ചേഞ്ച് വന്നതുകൊണ്ട് നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വന്ന ചേഞ്ച് മെഷർ ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡിനും ചേഞ്ച് വന്നതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് വന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വന്ന വാരിയേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് കണ്ടുപിടിക്കുക. If price decreases and total expenditure remains constant, that is unitary elasticity. നമ്മുടെ പ്രൈസ് കുറഞ്ഞിട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. അതെന്താണ്? അടുത്ത താഴെ കിടക്കുന്ന ടേബിളിലുണ്ട്. തൽക്കാലം ആ റിലേഷൻഷിപ്പ് ഒന്ന് പഠിച്ചു വെക്കാം. പ്രൈസ് കുറഞ്ഞു, പക്ഷെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു മാറ്റവും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി.
If price decreases and total expenditure increases, that is relatively elastic demand. Price കുറഞ്ഞു, total expenditure കൂടി, opposite relationship ആണെങ്കിൽ that is relatively elastic demand. If price decreases and total expenditure decreases, same direction ആണ് പോണെന്ന് വെച്ചാല് that is relatively inelastic demand. ഇങ്ങനെയാണ് ഈ മെത്തേഡിലെ ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെയാണ് ബേസ് എന്താണ്? പ്രൈസും ഡിമാൻഡും ചേഞ്ച് ചെയ്തത് കൊണ്ട് നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ ചേഞ്ച് ബേസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിലെ ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അതിലെ പ്രൈസ് കുറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ചേഞ്ച് ആവാണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ഏതൊരു ടൈപ്പാണ്? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. പ്രൈസ് കുറഞ്ഞിട്ട് എക്സ്പെൻഡിച്ചർ കൂടാണെങ്കിൽ, ഓപ്പോസിറ്റ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ എന്ത് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ദെൻ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അപ്പൊ നോ ചേഞ്ച് ആണെങ്കിൽ യൂണിറ്ററി, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, ഡയറക്റ്റ് അല്ലെങ്കിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇനി ആ ടേബിൾ ഒന്ന് നോക്കുക, ഒന്ന് കുറച്ചും കൂടിയും എക്സ്പ്ലെയിൻ ആവും. അതായത് പ്രൈസ് ആദ്യത്തെ കോളം പ്രൈസ് ആണ്, അത് 4, 3.6, 3, 2.4 ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസ് കുറയും തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടണം. ആദ്യം 50 ആയിരുന്നു, പിന്നെ 60 ആയി, പിന്നെ 80, 100, 110, 120. ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ഫിഗർ ആട്ടെ, എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ഈസ് മെഷേർഡ് ബൈ എസ്റ്റിമേറ്റിംഗ്. കറക്റ്റ് ആവണമെന്നില്ല, ഒരു എസ്റ്റിമേഷൻ ആണ്. അപ്പൊ റഫ് ഫിഗർ പോലെ എഴുതിയാൽ മതി. ആദ്യത്തെ കേസ് പറഞ്ഞേക്കുന്നത് 200ഉം 216, അതായത് 200ൽ നിന്ന് 216 ആയിട്ട് കൂടി. ഇവിടെ പ്രൈസ് 4 എന്നുള്ളത് 3.6 ആയപ്പോ നമ്മുടെ എക്സ്പെൻഡിച്ചർ 200ൽ നിന്ന് 216 ആയിട്ട് കൂടി. അപ്പൊ പ്രൈസ് കുറയുമ്പോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുമ്പോ ഏതായിരിക്കും? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അതാണ് ഗ്രേറ്റർ ദാൻ യൂണിറ്ററി ആണ്. സോ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, പ്രൈസ് കുറയുമ്പോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുന്നു, അപ്പൊ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ദെൻ സെക്കൻഡ് കേസ് നോക്കുക. ദെൻ 3.6 എന്നുള്ളത് 3 ആയിട്ട് കുറഞ്ഞു, അഗെയിൻ 2.4 ആയിട്ട് കുറഞ്ഞു. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 260 എന്നുള്ളത് 240 ആയിട്ട് കുറഞ്ഞു, പിന്നെയും 240 തന്നെയാണ്. 3യിൽ നിന്ന് 2.4 ആയിട്ട് കുറഞ്ഞപ്പോഴും നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 240 തന്നെയാണ്. അപ്പൊ പ്രൈസ് കുറഞ്ഞാലും ടോട്ടൽ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അത് ഏത് ടൈപ്പാണ് നമ്മൾ നേരത്തെ പഠിച്ച? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ദെൻ കേസ് 3. 2 എന്നുള്ളത് 1.6 ആയിട്ട് കുറഞ്ഞു, അപ്പൊ അവിടുത്തെ എക്സ്പെൻഡിച്ചർ 220 എന്നുള്ളത് 192 ആയിട്ട് കുറഞ്ഞു. പ്രൈസ് കുറഞ്ഞപ്പോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. അപ്പൊ ഏത് കേസാന്ന് പറഞ്ഞാൽ നമ്മൾ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നോക്കിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെന്ന് നമ്മൾ മെഷർമെന്റ് നടത്തണമെന്ന് വെച്ചാല് ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കേസില് 200 എന്നുള്ളത് 216 ആയിട്ട് കൂടി, പ്രൈസ് കുറഞ്ഞപ്പോ എക്സ്പെൻഡിച്ചർ കൂടിയാൽ ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, കേസ് 2 എന്ന് പറയുന്നത് 3 എന്നുള്ളത് 2.4 ആയിട്ട് കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞു, പക്ഷെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് ദ സെയിം. സോ ദാറ്റ് കേസ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി. ദെൻ തേർഡ് കേസ് എന്നുള്ളത് 2 എന്നുള്ളത് 1.6 ആയിട്ട് കുറഞ്ഞപ്പോ ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയാനുണ്ടായത്, പ്രൈസ് കുറഞ്ഞപ്പോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു. ദാറ്റ് കേസ് ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ ഈ മെത്തേഡിൽ ഈ രീതിയിലാണ് നമ്മൾ എസ്റ്റിമേഷൻ നടത്തുക. ആ പ്രൊഡക്റ്റിന് ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറിൽ എങ്ങനെയാണ് ചേഞ്ച് വന്നെന്ന് നോക്കും. അതിന്റെ ബേസിൽ നമ്മൾ ആ പ്രൊഡക്റ്റിന് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ആ മെത്തേഡിന് വിളിക്കുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ ഓർ ഒരു പേരും കൂടി ഉണ്ട്, അതിന് ഔട്ട്ലൈൻ മെത്തേഡ്. അപ്പൊ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു. ആദ്യം പറഞ്ഞത് പ്രൊപ്പോർഷണൽ ഓർ പെർസെന്റേജ് മെത്തേഡ്, അത് ഈക്വേഷൻ പ്രകാരമാണ്. ആ ഈക്വേഷൻ പഠിച്ചു വെക്കുക. സെക്കൻഡ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അതിന് പ്രത്യേകിച്ച് ഈക്വേഷൻ ഒന്നുമില്ല. നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചേഞ്ചിന്റെ ബേസിൽ നമ്മൾ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഈ മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, then the third method is geometric or point method. അപ്പൊ നമ്മൾ രണ്ട് മെത്തേഡ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മെത്തേഡിന്റെ പേരാണ് geometric or point method. This method is used as a measure of change in quantity demanded in response to a very small change in price. അതായത് നമ്മുടെ പ്രൈസിൽ വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ ചെറിയൊരു ചേഞ്ച് ഇൻ പ്രൈസ് ഉണ്ടാവുള്ളൂ.
പക്ഷെ ഇതിന്റെ റിസൾട്ട് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് വല്ലാണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ഈ ജിയോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് എപ്പോഴാണ് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു എ വെരി സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പൊ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ പ്രൈസിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ, അങ്ങനത്തെ ഒരു കമോഡിറ്റി ആണ് എന്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ഈ ജിയോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ്. Under this method, elasticity of demand at any point on a straight line demand curve is measured by using the following formula. ഈ മെത്തേഡ് എന്താ ചെയ്യാന്ന് വെച്ചാല്, നമ്മുടെ ഡിമാൻഡ് കർവ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ, സാധാരണ സ്ട്രേറ്റ് ലൈൻ തന്നെയാണ്, പക്ഷെ ചില സമയത്ത് ബെൻഡ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് കർവുകൾ വരാറുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. നമ്മുടെ ഡിമാൻഡ് കർവ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാന്ന് വെച്ചാൽ അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് പറയാൻ പോണത്. ലോവർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് at the elasticity of demand at any point on a straight line demand curve. ഒരു സ്ട്രേറ്റ് ലൈൻ ഡിമാൻഡ് കർവിലെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇലാസ്റ്റിസിറ്റി നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു സ്ട്രേറ്റ് ലൈൻ ഡിമാൻഡ് കർവിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റിലത്തെ ഡിമാൻഡ് ആണ് നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലത്തെ ഇലാസ്റ്റിസിറ്റി ആണ് നമുക്ക് മെഷർമെന്റ് നടത്തണമെന്ന് വെച്ചാല്, അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ലോവർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ്. അത് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ എക്സാമ്പിളിൽ എ ബിയുടെ ലെങ്ത് 6 ആണ് വിചാരിക്കുക. അതായത് എ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് കർവിന്റെ പേരാണ് എ ബി എന്ന് പറയുന്നത്. അതിന്റെ ലെങ്ത് 6 ആണെങ്കിൽ അറ്റ് പോയിന്റ് പി, ഈ പോയിന്റ് പി ഇല്ലേ, അതിന്റെ ഇലാസ്റ്റിസിറ്റി എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാല് എന്താ ഇക്വേഷൻ? ലോവർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ്. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലോവർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പി ടു ഈ പി ബി ഇതാണ്, ഈ ഒരു ഏരിയ ആണ് അതിന്റെ ലോവർ സെക്ഷൻ. അപ്പൊ ഇത് മൊത്തം 6 ആണെങ്കിൽ ഇത് പി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സെൻട്രൽ പോർഷൻ ആണ്. അപ്പൊ ഈ ഭാഗത്തിന്റെ ലെങ്ത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഈ ഭാഗത്തിന്റെയും 3. അപ്പൊ ലോവർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. നമുക്ക് ആൻസർ കിട്ടി. അതായത് നമ്മൾ ഒരു ഡിമാൻഡ് കർവിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇലാസ്റ്റിസിറ്റി നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ ആ പോയിന്റ് എടുക്കുക, ആ പോയിന്റിന്റെ ലോവർ സെക്ഷനിലത്തെ ലെങ്ത് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷനിലത്തെ ലെങ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആ പോയിന്റിന്റെ ഇലാസ്റ്റിസിറ്റി കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എടുത്തത് പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇലാസ്റ്റിസിറ്റി ആണ്. അതൊരു സെന്റർ ആയതുകൊണ്ട് ഇത് മൊത്തം ഈ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്നത് സെന്റർ പോയിന്റ് ആയതുകൊണ്ട് ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും. സോ ലോവർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3/3 is equal to 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ 1 ആയതുകൊണ്ട് അത് ഏത് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും? യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഓക്കെ, ദെൻ അറ്റ് ദി പോയിന്റ് P1, ഇനി നമുക്ക് ഈ P1ന്റെ ലെങ്ത് ഇലാസ്റ്റിസിറ്റി നോക്കാം. ഈ P1 ആണെങ്കിൽ ലോവർ സെക്ഷൻ എത്രയായിരിക്കും? ഇത് മൊത്തം 6 ആണ്, അതിൽ ഇതുവരെ 3 ആണ്. ഈ 3യുടെ ഏതാണ്ട് ഒരു സെൻട്രൽ പോർഷൻ ആണ് ഇത്. അപ്പൊ 3യുടെ പകുതി എത്രയാണ്? 1.5. അപ്പൊ ഈ ഒരു ഏരിയ 1.5 ആയിരിക്കും. അപ്പൊ ഈ ഏരിയ എത്രയായിരിക്കും? 3നോട് കൂടി 1.5 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 4.5 ആണ് ലോവർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് കിട്ടുക. മനസ്സിലായ? ഇത് മൊത്തം 6, അതിന്റെ പകുതി 3. ദെൻ ഇതെന്ന് പറയുന്നത് ഈ 3യുടെ പകുതിയാണ്. 3യുടെ പകുതി എന്ന് പറയുന്നത് 1.5. അപ്പൊ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും? 1.5 ആയിരിക്കും. ബാക്കി എത്രയായിരിക്കും? 4.5 ആയിരിക്കും. ഇതുവരെ 3യും പിന്നെ ഇത് 1.5 ആണ്. 3 + 1.5 4.5 കിട്ടി. അപ്പൊ ലോവർ സെക്ഷൻ P1ത്തെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ലോവർ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്, അതിന്റെ ലെങ്ത് 4.5 ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ ഇലാസ്റ്റിസിറ്റി എത്ര കിട്ടി? 3 കിട്ടി. 3 എന്ന് പറയുന്നത് മോർ ദാൻ 1 ആണ്. അപ്പൊ അത് ഏതായിരിക്കും? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി P2ന്റെ കണ്ടുപിടിക്കാം. P2 എന്ന് പറയുമ്പോൾ അതിന്റെ ലോവർ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ലെങ്ത് എത്രയാ? ഇതിന്റെ ലെങ്ത് എത്ര നമ്മൾ കണ്ടുപിടിച്ച? 1.5. അതേപോലെ തന്നെ ഒരു സ്ഥലം തന്നെയാണ് ഇതും. അതായത് പകുതി 3, പകുതിയുടെ പകുതി 1.5. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 1.5 ആണ്. അതാണ് P2ന്റെ ലോവർ സെക്ഷൻ. ലോവർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഏരിയ.
അത് 1.5 ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ എത്രയായിരിക്കും? മൊത്തം 6ൽ നിന്ന് 1.5 പോയി, ബാക്കി എത്രയുണ്ട്? 4.5 ഉണ്ട്. So at the point P2, it is equal to 1.5 divided by 4.5, that is equal to 0.33. അത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് അതിന്റെ പേരെന്താണ്? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ P-യുടെ കണ്ടുപിടിച്ചു, P1ന്റെ കണ്ടുപിടിച്ചു, P2യുടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ എയുടെ അടക്കം കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. അതിന്റെ ലോവർ സെക്ഷൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ലോവർ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാ? 6 ആണ്. 6 ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഇല്ല, അപ്പൊ എത്രയാണ്? 0. 6 ഡിവൈഡഡ് ബൈ 0 എത്ര ആൻസർ കിട്ടുക? ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 തന്നെയാണ് കിട്ടുക. അപ്പൊ 0 ആണ് ആൻസർ കിട്ടിയേക്കുന്നത്. അത് ഇൻഡെഫിനിറ്റ് ആണ്, നമുക്ക് ഏത് ടൈപ്പാന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഏറെ പോയിന്റിൽ പ്രത്യേകിച്ച് ഇലാസ്റ്റിസിറ്റി ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ബിയും കണ്ടുപിടിക്കാം. അതിന്റെ ലോവർ സെക്ഷൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് താഴത്തേക്ക് സെക്ഷൻ ഇല്ല, അപ്പൊ എത്രയാണ്? 0 ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഫുൾ ആണ്, അതിന്റെ ലെങ്ത് എത്രയാണ്? 6 ആണ്. So ED is equal to 0 divided by 6, that is equal to 0. അത് നമുക്ക് ഇൻഡെഫിനിറ്റ് ആണ്, ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ജിയോമെട്രിക് ഓർ പോയിന്റ്, നമ്മൾ ഓരോ പോയിന്റിന്റെ ആണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പോയിന്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. നമ്മളെ ഡിമാൻഡ് കർവിലത്തെ ഓരോ പോയിന്റിന്റെയും എന്ത് കണ്ടുപിടിക്കാം? ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം. അതിന് ഇക്വേഷൻ എന്താണ്? ആ പോയിന്റിന്റെ ലോവർ സെക്ഷൻ, ആ ഡിമാൻഡ് കർവിലെ ആ പോയിന്റിന്റെ താഴെ വരുന്ന ഏരിയ ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ, മുകളിൽ വരുന്ന ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ എക്സാമ്പിളിൽ നമ്മൾ 3 പോയിന്റ് കണ്ടുപിടിച്ചു. പി എന്ന് പറയുമ്പോൾ അത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് മാറി, P1ലെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയി, P2ലെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് ജിയോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ് പ്രകാരം ഈ രീതിയിലാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തെന്താന്ന് വെച്ചാല് in case the demand curve is not a straight line. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്ട്രേറ്റ് ലൈൻ ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റിസിറ്റി ആണ് ആ രീതിയിൽ നമുക്ക് മെഷർമെന്റ് നടത്താൻ പറ്റാന്ന് പറഞ്ഞു. ഇനി സപ്പോസ് നമ്മുടെ ഡിമാൻഡ് കർവ് ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ the elasticity can be measured with the help of a tangent. നമുക്ക് ആ ഡിമാൻഡ് കർവിന്റെ സ്ട്രേറ്റ് ലൈൻ അല്ലാത്ത ഒരു ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റിസിറ്റി നമുക്കൊരു ടാൻജന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. A tangent is drawn at the point on the demand curve whose elasticity is to be measured. Then the above formula is applied. അതായത് നോക്കി ഈ എക്സാമ്പിൾ നോക്കുക. അതായത് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ കർവ് ബെൻഡ് 1 ആയിരുന്നു, സ്ട്രേറ്റ് ലൈൻ അല്ല, ബെൻഡ് 1 ആയിട്ടാണ് നമുക്ക് ഡിമാൻഡ് കർവ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് കർവ് ആണ് എനിക്കുള്ളതെന്ന് വെച്ചാല് ഞാൻ ആദ്യം എന്ത് വരയ്ക്കണം? ഒരു ടാൻജന്റ് വരയ്ക്കണം. ടാൻജന്റ് വരയ്ക്കാന്ന് വെച്ചാൽ സപ്പോസ് നമ്മളോട് പി എന്ന് പറയും, ഇതാണ് കേട്ടോ നമ്മുടെ ഡിമാൻഡ് കർവ്. ശ്രദ്ധിച്ചോളാം, ഈ വളഞ്ഞു കിടക്കുന്നതാണ് നമ്മുടെ ആക്ച്വൽ ഡിമാൻഡ് കർവ്. അതിന് നമ്മളോട് പിയുടെ ഒരു ഡിമാൻഡ് ഈ പോയിന്റിലത്തെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അതാ ഈ പോയിന്റ് ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ ഏത് വരച്ചേക്കുന്നത്? ഈ AB എന്ന് പറഞ്ഞ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ആ കർവ്ഡ് ഡിമാൻഡ്, വളഞ്ഞ ഡിമാൻഡ് കർവിലത്തെ പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇലാസ്റ്റിസിറ്റി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ പി എന്ന് പറയുന്ന ആ ബെൻഡ് ചെയ്തിട്ടുള്ള ആ ഡിമാൻഡ് കർവില് ആ പി എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ എക്സിലേക്കും വൈയിലേക്കും വരയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രേറ്റ് ഡിമാൻഡ് കർവ് കിട്ടി. ഈ ഡിമാൻഡ് കർവിന്റെ ലെങ്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് യൂസ് ചെയ്ത അതേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിമാൻഡ് കർവ് ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ഡിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ടാൻജന്റ് വരയ്ക്കണം. ടാൻജന്റ് വരയ്ക്കാന്ന് വെച്ചാല് സ്ട്രേറ്റ് ലൈൻ അല്ലാത്ത ഡിമാൻഡ് കർവിന്റെ ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ നമ്മളോട് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ആ സ്ട്രേറ്റ് ലൈനിന്റെ ലെങ്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആയ ലോവർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ രണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ P-യുടെ കഴിഞ്ഞു. അതുപോലെ P2യുടെ P1ന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ P1 ടച്ച് ചെയ്യണ രീതിയിൽ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. അതാണ് A1 B1 എന്ന് പറയുന്നത്.
ഇവിടെ വരച്ചത് P ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രേറ്റ് ലൈൻ ആണ് വരച്ചത്. ഇവിടെ P1 ടച്ച് ചെയ്യുന്ന രീതിയിലൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. അപ്പൊ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടി. ആ സ്ട്രേറ്റ് ലൈനിന്റെ ലെങ്ത് ഉപയോഗിച്ചിട്ട് ആ ഈക്വേഷനിൽ കൊടുത്താൽ നമുക്ക് P1 എന്ന് പറഞ്ഞ പോയിന്റിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്, ജിയോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ്. അതിൽ 2 കേസ് പഠിച്ചു. നമ്മുടെ ഡിമാൻഡ് കർവ് സ്ട്രേറ്റ് ലൈൻ ആയാലും അല്ലാത്ത കേസും പഠിച്ചു. സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈക്വേഷനിൽ കൊടുത്താൽ മതി അതിന്റെ ലെങ്ത് ഉപയോഗിച്ചിട്ട്. സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ ഏത് പോയിന്റിന്റെ ആണോ നമ്മൾ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യേണ്ടത് ആ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഒരു ടാൻജന്റ് വരച്ചതിന് ശേഷം ആ സ്ട്രേറ്റ് ലൈൻ ടാൻജന്റിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, then the fourth and last method is arc method. നാലാമത്തെ മെത്തേഡ് ആണ് ആർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. The point method is applicable only when there are minute change in the price and demand. നമ്മുടെ പ്രൈസിലും ഡിമാൻഡിലും മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് മെത്തേഡ്. When the change in price and demand are large, point method cannot be used. പക്ഷെ നമ്മുടെ പ്രൈസിലും ഡിമാൻഡിലും വരുന്ന ചേഞ്ചസ് വലുതാണെങ്കിൽ നമുക്ക് അപ്പൊ ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല? പോയിന്റ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. In this case, arc method is used. Arc elasticity measures elasticity between 2 points on the demand curve. നമ്മൾ പോയിന്റ് മെത്തേഡിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്തത്. P എന്ന് പറഞ്ഞാൽ P പോയിന്റ്, P1 അതിന്റെ മാത്രം, P2 അതിന്റെ മാത്രം, ഒരു പോയിന്റിന്റെ മാത്രമാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്തത്. പക്ഷെ ആർക്ക് മെത്തേഡിൽ അങ്ങനെയല്ല. ഇത് ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ ദി ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് കർവില് 2 പോയിന്റുകൾ തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി ആണ് ഈ ആർക്ക് മെത്തേഡിൽ യൂസ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ മൈന്യൂട്ട് ചേഞ്ച് ആണെങ്കിൽ മാത്രമേ നമുക്ക് പോയിന്റ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലാർജ് ചേഞ്ചസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആർക്ക് മെത്തേഡ് ആണ്. ആർക്ക് മെത്തേഡിൽ ഒരു പോയിന്റിന്റെ ഇലാസ്റ്റിസിറ്റി അല്ല നമ്മൾ മെഷർ ചെയ്യുക, ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് നമ്മൾ ആർക്ക് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ED കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി, പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. Q1 minus Q2 divided by P1 minus P2 into P1 plus P2 divided by Q1 plus Q2. അതിൽ Q1 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്വാണ്ടിറ്റി, Q2 എന്ന് പറഞ്ഞാൽ ന്യൂ ക്വാണ്ടിറ്റി, P1 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ്, P2 എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൈസ്. അതൊക്കെ ജസ്റ്റ് അതിന്റെ എക്സ്പാൻഷൻ ആയിട്ട് പഠിച്ചാൽ മതി. ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ആർക്ക് മെത്തേഡ് പ്രകാരം നമുക്ക് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രൈസ്, ന്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വന്നതുകൊണ്ടുള്ള പ്രൈസ്, ഒറിജിനൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി, ന്യൂ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് വന്നതുകൊണ്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അത് ഈ 4 ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഇക്വേഷനിൽ കൊടുത്താൽ ആർക്ക് മെത്തേഡ് പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണെങ്കിൽ അത് ഏത് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ദെൻ ഇത് ലെസ് ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും, മോർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇങ്ങനെ 4 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുക. ഒന്നാമത്തെ മെത്തേഡ് പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെന്റേജ് മെത്തേഡ്, ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. സെക്കൻഡ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ്. അതിൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചേഞ്ചിന്റെ ബേസിലാണ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുക. തേർഡ് വൺ ജിയോമെട്രിക് മെത്തേഡ്. ഡിമാൻഡ് കർവിന്റെ ഓരോ പോയിന്റിന്റെയും ഇലാസ്റ്റിസിറ്റി നമുക്ക് ഒരു ഇക്വേഷൻ ലോവർ സെക്ഷൻ ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ ആർക്ക് മെത്തേഡ് ആണെങ്കിൽ 2 പോയിന്റുകൾ തമ്മിലുള്ള റേഷ്യോ, പോയിന്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുക ആർക്ക് മെത്തേഡിൽ. ഇങ്ങനെ 4 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ്, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.